ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോവുകയാണ്. സിനിമയ്ക്ക് മാത്രമല്ല, പച്ചക്കറിക്കും വേണ്ടിയിട്ടാണ് പോകുന്നത്. പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സിനിമയ്ക്ക് ഞങ്ങൾ ഇന്ന് പോകുന്ന സിനിമ ബെത്ലഹേം കുടുംബയൂണിറ്റാണ്. ഞങ്ങളെല്ലാവരും ഒരു 12:15 ഷോയ്ക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യും മുറിഞ്ഞു, മോതിരം തപ്പിയതാ, ബ്ലേഡിയെ കൊണ്ടു. മമ്മിക്ക് മുറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? പോകാനായിട്ട് നേരത്തെ ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഉണ്ടോ? ഇത് മമ്മിയുടെ, ഇതെൻ്റെ. ഞങ്ങൾ ഫോട്ടോച്ചി പോയപ്പോൾ വാങ്ങിച്ചത്. ഇതിൽ ലിങ്ക് ഒന്നും തരാൻ വേണ്ടി പറ്റില്ല. ഫോട്ടോച്ചി പോയപ്പോൾ വാങ്ങിച്ചത്. നല്ല കോസ്റ്റ്യൂമാണ്, നല്ല സ്ട്രെച്ചിങ് ആണ്, പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ കിഡ്സിനും സ്യൂട്ടബിളാണ്. മമ്മിക്ക് എനിക്ക് ഇടാൻ പറ്റുന്നതാണ്. വാ, നമുക്ക് പോയിട്ടില്ല. കൈ മുറിഞ്ഞാൽ ഇങ്ങനെ വരാൻ പറ്റില്ല. അതുകൊണ്ടാ വാ, എനിക്ക് വാരി തരേണ്ടി വരും. അല്ലാതെ കഴിക്കില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ദിരാ ജംഗ്ഷൻ എത്താറായി. ഇനി അവിടെ നിന്ന് പുത്തമ്പള്ളി ഓട്ടോയ്ക്ക് കയറിയിട്ട് പുത്തമ്പള്ളി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കല്ലറ വണ്ടി കയറി തിയേറ്റർ ജംഗ്ഷൻ ഇറങ്ങിയിട്ട് വേണം ഗുഡ്വില്ലോട്ട് നടക്കാൻ. അധികമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ പരമ്പരാഗതമായ വീടുകൾ. കോട്ടയം ജില്ലയിലെ ഗുഡ്വിൽ തിയേറ്ററിലാണ് പോകുന്നത്. ഇത് ഞങ്ങളുടെ ജംഗ്ഷനാണ്. ഈ ഇന്ദിര ജംഗ്ഷൻ. എന്നിട്ട് അവിടെ നേരെ ഒരു ജംഗ്ഷനിലോട്ട് പോകും, അതാണ് പുത്തമ്പള്ളി. അവിടെ നേരെ കല്ലറയിലോട്ട് പോകും. അവിടെ നിന്നാണ് കോട്ടയം ഗുഡ്വിൽ സിനിമാസ് എത്തുന്നത്. പുത്തൻ തിയേറ്ററാണ്. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ലോക കാണാനാണ്. വേറെ ഒരു കാണാനൊന്നും ഞാൻ പോയിട്ടില്ല. പോവാണ്. മമ്മി എൻ്റെ ഈ കൈ മുറിഞ്ഞുകൊണ്ട് എനിക്ക് വാരില്ല, അല്ലെങ്കിലേ മമ്മിയെ വാരി തന്നത്. ഇപ്പോൾ കൈയും കൊണ്ട് മുറിഞ്ഞുകൊണ്ടൊരു കാരണമായോ, എനിക്ക് വാരിക്കാൻ പറ്റൂല. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാൻഡേജ് വാങ്ങിക്കണം. അല്ല, 2 മതി. ബാക്കിയൊക്കെ സിപ്പപ്പ് കൊടുത്തേര്. സംരക്ഷണം നമ്മുടെ പരസ്യ സിപ്പപ്പ് മേടിച്ചു ഞങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മൾ തിയേറ്ററിലെത്തി. ഇനി അങ്ങ് കുറച്ചുകൂടെ നടന്നാൽ മതി. ഇവിടെ പോസ്റ്റർ ഉണ്ട്, ഖലീഫയുണ്ട്. ഇതാണ് ഞാൻ കാണാൻ പോണ പടം, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഇതേ തുടക്കമുണ്ട്. തുടക്കം തന്നെ കേട്ടോ. നിങ്ങൾ ബെത്ലഹേം യൂണിറ്റ് കണ്ടവരാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ്, ഇതാണ് മമ്മി. ഞങ്ങൾ നടക്കുക കേട്ടോ. ഹായ്, എല്ലാവർക്കും ഹാപ്പി ഓണം. നാളെ ഓണമാണ്. ഇന്ന് ഉത്രാടാണ്. ഞങ്ങളൊരു ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. പച്ചക്കറി മേടിക്കണം, കൂടെ സിനിമ കാണണം. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ സിനിമ കണ്ടിട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് കാണുന്നത്. നേരെ പച്ചക്കറി മേടിച്ച് കുറച്ച് പൂവൊക്കെ മേടിച്ച് നാളെ ചെറിയൊരു ആഘോഷം. അച്ഛന് വയ്യാത്തതുകൊണ്ട് ഇന്നും വേണം പച്ചക്കറി മേടിക്കാൻ. അതുകൊണ്ട് മേടിക്കുകയൊക്കെ ചെയ്യാം, സിനിമയും കാണാം. അപ്പോൾ തിയേറ്ററിൽ പോവാം, ബാ. ഇത് തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാട്ടോ, കുഞ്ഞമ്പലമാണ്. പിന്നെ ഇതാട്ടോ തിയേറ്റർ, ഗുഡ്വിൽ സിനിമാസ്. ഗൈസ്, ഗുഡ്വിൽ സിനിമാസ്. ഗൈസ്, ഗുഡ്വിൽ സിനിമാസ് ആണ്. മമ്മി നടന്നു പോകുന്നു. നിങ്ങൾ ടിക്കറ്റ് എവിടെ വന്നിട്ടാട്ടോ എടുക്കുന്നത്? ബെത്ലഹേം കുടുംബ യൂണിറ്റ് 12:15 അതിനെ ബുക്ക് ചെയ്ത്. മെയ്മോൾ, MEYMOL. സ്ക്രീൻ 1 ആണ്. എനിക്ക് എൻ്റെ മമ്മിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാട്ടോ സ്ക്രീൻ 1. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തോട്ട് ഇടാം.
ചെരുപ്പ് ഇത് കളിച്ചാൽ. ഹായ് ഗൈസ്, എന്നോട് തിയേറ്ററിൽ വരുമ്പം ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഇപ്പോൾ ഒരു കോൾഡ് കോഫിയും ഒരു ചിക്കൻ റൈസും ഞാനറിയാതെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ ഉണ്ട്, അപ്പോൾ വാങ്ങിച്ചു. നമ്മൾ തിയേറ്ററിൽ കയറി കേട്ടോ. ഹായ്, ഞങ്ങളങ്ങനെ തിയേറ്ററിനകത്ത് കയറി കേട്ടോ. ഞാൻ ലാസ്റ്റ് കണ്ട മൂവി വാഴയാണ് ഇവിടെ വന്നിരുന്ന് കണ്ട. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് ബദ്ലഹീം കുടുംബ യൂണിറ്റ് കാണാനാണ് വന്നിരിക്കണേ. അപ്പം 12:15 ഷോ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരാവേ. എടി വച്ച് അവന് മോഡൽ പരീക്ഷ നടക്കുമല്ലേ, പരീക്ഷ കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടാണ് ആ പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്നത്. ആ, കുറച്ച് കഴിഞ്ഞൊന്ന് പോയി തല കാണിച്ച് വരണം. ഞാനും വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വിളിച്ചാൽ മതി. നല്ല മൂഡ് എൻഹാൻസിംഗ് ഫ്രേഗ്രൻസുകളോടെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഇവൻ ഫ്ലെയിം ചില പട്ടുകൾ നെയ്യുന്നത് തറിയിലല്ല, സ്വയംവര സിൽക്സ്, നെഞ്ചിൽ നെയ്യുന്ന പട്ട്. സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന്. അപ്പോൾ ഗൈസ്, നമ്മൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങി. അപ്പോൾ അത് നമ്മളൊരു പച്ചക്കറിക്കട വന്നേക്കുവാണ്. നമ്മൾ നിന്ന് പച്ചക്കറി വാങ്ങിക്കാനാണ്, നാളത്തേക്കുള്ള പച്ചക്കറി വാങ്ങിക്കാനുള്ളത്. ഇവിടെ എല്ലാ കിറ്റും ഉണ്ട് കേട്ടോ. കല്ലറയെന്നാണ്. കല്ലറ താമസിക്കുന്നവർ പച്ചക്കറി നോക്കി നടക്കുവാണ്. ഇത് ഈ ഷോപ്പിലോട്ടേക്ക് വരിക. ഇത് കല്ലറയിൽ ഈ ഒരു ഭാഗത്തോട്ടെന്ന് വെച്ചാൽ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഡവാനിയ ഫാർമസിയുടെ കുറച്ച് ഒരു വളവ് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു ആദ്യത്തെ കടയാണ്. ഇത് അവിടെ ഈ ലേസൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഫുട്പാത്തിന് തൊട്ട് ഓപ്പോസിറ്റാണ് ഈ കട. കല്ലറയിൽ ആരെങ്കിലും പച്ചക്കറി വാങ്ങിക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടയിലോട്ട് വരിക. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടണം. അവിയലിൻ്റെ ഒരു സെറ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് അവിയലിനുള്ള പച്ചക്കറി പറയേണ്ട ആവശ്യമില്ല. അവിയലിനുള്ള എല്ലാം സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അവിയൽ സെറ്റ്, സാമ്പാർ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളിവിടെ വരിക. ഇവിടെ സോയ ബോൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾ വന്ന് വാങ്ങിക്കുക. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയതേ മമ്മി. അപ്പം ഞങ്ങൾ നാളെ ഒന്ന് പൂക്കളിടാന്ന് വെച്ചു. കാരണം എൻ്റെ അപ്പൂപ്പനെ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പൂക്കളിടാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഈ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വർഷമായിട്ട് അത്തപ്പൂക്കൾ വന്നിട്ട് ആഘോഷിച്ചില്ല. അപ്പോൾ എൻ്റെ ഒരു വിഷമം മാറ്റാൻ ഇവർ കഴിഞ്ഞ ഷിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് വലിയൊരു പൂക്കളിടാൻ വേണ്ടി പോയിട്ട് അതിനെ പറിക്കാൻ വേണ്ടി പോയി. അത് മാത്രമല്ല, ഒരു ചിക്കറ്റും കൂടെ ഉണ്ട്. അതവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, ഇതാട്ടോ മോള് പറഞ്ഞ സീക്രട്ട് മീൻസ് വേറെ ഒന്നുമല്ല. ഒരു വ്ളോഗിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹേമന്തൻ പ്രേമകഥയ്ക്കകത്ത് ദുൽഖറും നിഖില വിമലനും ഒരു സോങ്ങിൻ്റെ ഒരു ഭാഗം ഈ പാലത്തെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പോർഷൻ ഈ പാലത്തേലും ഈ പാടത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, താമര പറിക്കാൻ വേണ്ടി വന്നതാണ്. താമരയുടെ മുട്ടാണ്. അവിടെ മുട്ട നിൽപ്പുണ്ട്. പക്ഷെ അത് കുഞ്ഞു മുട്ട. അല്ല, മുട്ട് പറിക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഗൈസ്, മുട്ട നിൽപ്പുണ്ട്. താമരയ്ക്ക് ഇവിടെ വന്ന് എന്നെ കുഴപ്പം കണ്ടോ. എൻ്റെ നാടാട്ടോ ശരിക്കും പറഞ്ഞാൽ. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിവിടെ വന്ന് കുളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം കുളിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല. ശരിക്കും ആ ഓണമൊക്കെ വരുമ്പോൾ ഇതുപോലെ പൂ പറിക്കാൻ പോകുന്നൊരു കുട്ടിക്കാലം എല്ലാവർക്കും ഉണ്ടാവില്ലേ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇന്നത്തെ പിള്ളേർ അങ്ങനെ പോക്ക് കുറവാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വിപണികളിൽ കൂടിയാണ് പൂക്കൾ മേടിച്ച് അത്തപ്പൂ ഇടുന്നത്. പണ്ട് ഇതുപോലെ ഓരോ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ടുള്ള പൂക്കളൊക്കെ പറിച്ചാണ് എല്ലാവരും അത്തപ്പൂ ഇടുന്നത്.
ഇന്ന് മിക്ക വീടുകളിലും കാണാം ജമന്തി, വാടാമല്ലി, അങ്ങ് അരളിപ്പൂവ്, ഇതെല്ലാം കാശ് കൊടുത്ത് മേടിച്ചിടുന്ന. പക്ഷേ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും 80s 90s കാലഘട്ടം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അന്നത്തെ ഓണക്കാലം. ചെറിയ ചാറ്റൽ മഴയുണ്ട് ഗൈസ്. ആ മഴ നനഞ്ഞുകൊണ്ടാണ് ഈ പൂ പറിക്കുന്നത്. കഷ്ടപ്പാടേ. ഞാൻ മമ്മി കുട ചൂടിക്കൊണ്ട് വന്ന് ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. കാരണം ഈ ചാറ്റൽ മഴയൊക്കെ നമ്മൾ എത്ര കൊണ്ടതാ, ഒരു പനിയും പിടിച്ചിട്ടില്ല. മറ്റേ മഴയാണ് പിന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഈ ചാറ്റൽ മഴ പറയണ കേട്ടാ തോന്നുന്നു 60 വയസ്സുള്ള അമ്മുമ്മയാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് ഞങ്ങളൊരു വാടാമല്ലിയും കൂടി പറിച്ചേനെ. ആ വീട്ടിൽ ചേച്ചി വാടാമല്ലി പറിച്ചോളാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളത് പറിച്ചപ്പോഴാണ് മമ്മി ഇങ്ങോട്ട് ചെന്നപ്പോൾ ആ പൂ പറിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ പൂ കാണുന്നത് സത്യം പറഞ്ഞാൽ. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ കണ്ടെത്തി പോയിട്ട് വീട്ടിലെത്തി കേട്ടോ, പൂക്കളെല്ലാം പറിച്ചു. അപ്പോൾ മമ്മി ഇത് എവിടെ പൂക്കളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അടിപൊളി പടമാണ്. എന്നിട്ട് ഗൈസ് നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് നല്ല പടമാണ്, നല്ല അഭിനയമുണ്ട്. നിങ്ങൾ കുടുംബത്തോടൊക്കെ പോയി കാണാൻ പറ്റുന്ന പടമാണ്. നിങ്ങളെല്ലാവരും പോയി കാണുക. ആ സിനിമ OTT ഇറങ്ങുന്നതിന് മുമ്പേ പോയി കാണുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ബൈ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.